ഹലോ ഗായ്സ്, ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ലാലേട്ടൻ ആരോടെങ്കിലും ഫേവറിസം കാണിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ മസ്താനിയും പ്രവീൺ തന്നെ ആയിരുന്നുവോ പോകേണ്ടിയിരുന്നത്? പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അനീഷിനെ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്ത ആദിലെയൊന്നും ലാലേട്ടൻ ഒന്നും പറയാഞ്ഞ എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടവർക്ക് എന്താണ് തോന്നിയത്? ഇന്നലെ കണ്ടവർക്ക് നമ്മുടെ ലക്ഷ്മിയെ പിന്നെ റോസ്റ്റ് ചെയ്തു. ഇന്നും അതുപോലെ തന്നെയാണ്. ആദ്യം തന്നെ ഒനിയലിനെ വിളിച്ചു, ഒനിയലിനെ എഴുന്നേൽപ്പിച്ചു. ഒനിയലിൻ്റെ പ്രശ്നം എന്താണ്? ഒനിയലിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒനിയലിൻ്റെ വീഡിയോ, അന്ന് ആ ഒരു ഇഷ്യൂ നടന്ന ഇഷ്യൂ എന്ന് പറയുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള വീഡിയോ ക്ലിപ്പ് കാണിച്ചു. ഇത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. വീഡിയോ ക്ലിപ്പ് കാണിക്കേണ്ട സമയങ്ങളിൽ പലതും കാണിച്ചിട്ടില്ല. അനുമോളെ ഭയങ്കര മോശമായിട്ട് ലാലേട്ടൻ പറഞ്ഞു. എപ്പോഴും ആ ക്ലിപ്സ് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ കാണിക്കാൻ ശ്രമിക്കാഞ്ഞത്? അതിപ്പോഴും അന്നും ഇന്നും എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ചോദ്യമാണ്. അത് തന്നെയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ള. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഉഡായിപ്പ് ഷോയാണ്. ആദ്യം തന്നെ അത് പറയട്ടെ. പിന്നെ നമ്മൾ ഈ ഹോട്ട്സ്റ്റാറിന് തുറന്നു വെച്ച് ഇതിരുന്ന് കാണുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയതുകൊണ്ട് മാത്രമാണ്. ഇത് ഉഡായിപ്പാണെന്ന് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ ഇവർക്ക് വെബ്സൈറ്റ് തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവർക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കണ്ടുകൂടെ? എൻ്റെ ചാനലിൽ ഞങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിച്ച മലയാളം ബിഗ് ബോസ് voting.com സന്ദർശിച്ച് അതിനകത്ത് പോൾ ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾ ലൈവ് അപ്ഡേറ്റ്സിൽ വന്ന് നോക്കുക. നിങ്ങളുടെ കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയതെന്ന് കൃത്യമായി അറിയാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോലുള്ള വളരെ ഇങ്ങറ്റത്തെ പുഴുക്കളായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഹോട്ട്സ്റ്റാർ, എൻ്റർടൈൻമെൻറ്റ് ഷൈൻ അതുപോലെ തന്നെ ഏഷ്യാനെറ്റുമായിട്ട് ചെയ്യുന്ന ഈ പരിപാടിയുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ടുള്ള ഒഫീഷ്യലായിട്ട് വോട്ടിംഗ് നമുക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? അപ്പോൾ ട്രാൻസ്പെറൻസി ഇല്ല. അത് തന്നെ അതുപോട്ടെ. അപ്പോൾ ഇന്ന് ലാലേട്ടൻ പിന്നെ ഉനിയലിനെ വിളിച്ചു. എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു. എന്താണ് സംഭവം എന്നുള്ള ഇത് ചോദിച്ചു. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അന്ന് കണ്ടതുപോലെ തന്നെയാണ്. വളരെ റിഫ്ലെക്സ് ആക്ഷൻ എന്നേ പറയാൻ പറ്റൂ. ഒരു റിഫ്ലെക്സ് ആക്ഷനിൽ സംഭവിച്ച ഒരു പിടുത്തമായിരുന്നത്. കാരണം അയാൾ മറിഞ്ഞു വീഴാൻ പോയിച്ചപ്പോൾ പെട്ടെന്ന് കയറി പിടിച്ചതാണ്. അത് മസ്താനിക്ക് മനസ്സിലായതാണ്. മസ്താനിയും കൂടി അപ്പോൾ തന്നെ പിടിച്ച സമയത്ത് മസ്താനിയും കൂടി വീഴാൻ പോയിച്ചു. അത് മസ്താനിക്ക് മനസ്സിലായതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പിന്നീട് മസ്താനി അതൊരു ശരിയായ ഒരു പിടുത്തമല്ല എന്നൊരു തോന്നൽ എന്തുകൊണ്ടാണ് മസ്താനിക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അല്ല എന്ന് പറഞ്ഞെങ്കിലും അത് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ലക്ഷ്മിയെ കരിവാക്കിക്കൊണ്ട് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ മസ്താനി ചിലപ്പോൾ അങ്ങനെ പിടിച്ചപ്പം ഭയങ്കര അമർത്തി പിടിച്ചതായിട്ട് ഫീൽ ചെയ്തു. കാരണം അയാൾ കുറച്ച് ആരോഗ്യം ആചാനുഭാഗം ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ മസ്താനി ഒരു ചെറിയ കുട്ടിയാണല്ലോ. ചെറിയ കുട്ടി മീൻസ് വണ്ണം കുറഞ്ഞ വളരെ ലീനായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ പിടിച്ചപ്പോൾ ചിലപ്പോൾ പെയിൻ എടുത്ത് കാണും. ചിലപ്പോൾ ആ ഒരു സമ്മർദ്ദം, പ്രഷർ എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടനോട് അത് പറഞ്ഞു. ആ ഒരു പ്രഷർ എനിക്ക് ചിലപ്പോൾ അതൊരു ബാഡായിട്ട് നല്ലതായിട്ട് പിടിച്ചു എന്നുള്ളൊരു സംശയം തോന്നി എന്ന് പറയുമ്പോൾ ലാലേട്ടൻ അതിന് കളിയാക്കേണ്ട കാര്യമൊന്നും മസ്താനിയില്ല. ഏതൊരു സ്ത്രീയുടെ ആയാലും അവർക്ക് പെട്ടെന്ന് അവരെ ഭയങ്കരമായിട്ട് ഒരു വീഴാൻ പോകുന്ന അത്രയും രാജാനുഭാവം, ഒരു നല്ല ശരീരവും വണ്ണവും നീളവും ഒക്കെ ഉള്ള ഒരാൾ കയറി പിടിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അതൊരു സമ്മർദ്ദം ഉണ്ടാവും. വയറിലാണ് പിടിച്ചത്. വേറെ ആ ഒരു വയറിലും ആ ഒരു ചെസ്റ്റിനോട് ചേർന്ന ഭാഗത്താണ് പിടിച്ചത്. അപ്പോൾ അത് പെട്ടെന്ന് തോന്നും. പക്ഷേ അത് ഈ മറിഞ്ഞു വീഴാൻ പോയപ്പോൾ ഉള്ള പിടുത്തമായിരുന്നു എങ്കിൽ പിന്നെ ലക്ഷ്മിയോട് അത് പറഞ്ഞതൊരു ഇതാക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ പ്രൈവസി ഞാൻ പ്രൈവറ്റായിട്ട് പറഞ്ഞാണ്, അത് രഹസ്യമായിട്ട് പറഞ്ഞാണെന്ന് മസ്താനി പറഞ്ഞാൽ അതിനോട് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അതിനകത്തോട്ട് ചെല്ലുന്ന കണ്ടസ്റ്റൻറ്റുകൾക്ക് അറിയില്ലേ അവിടെ പ്രൈവസി എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. നമ്മൾ ബാത്റൂമിൽ പോലും ക്യാമറ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയും മൈക്കുകളുണ്ട്. എല്ലാ സ്ഥലത്തും മുക്കിലും മൂലയിലും നിങ്ങളുടെ കഴുത്തിൽ ചുറ്റിയ മൈക്കുകൾ മാത്രമല്ല, മുക്കിലും മൂലയിലും ഗാർഡൻ ഏരിയയിലും അതിലും ഒക്കെ മൈക്കുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും മൈക്കിൽ കേൾക്കാം. ആ തറയിൽ പോലും അനിമോൾ അവിടെ മൈക്ക് ഊരി തറയിൽ മാറ്റിയിട്ടിട്ട് തറയിൽ കിടന്ന് സംസാരിച്ച പോലും നമ്മൾ വ്യക്തമായിട്ട് കേൾക്കുമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? ആ വിരിച്ചിരിക്കുന്ന പുല്ല് പോലെ സാധനം ഉണ്ടല്ലോ, അതൊരു മാറ്റാണ്. ആ മാറ്റിൻ്റെ അടിയിൽ പോലും മൈക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൈവസിയിൽ പറയാൻ പറ്റുക? എങ്ങനെയാണ് പേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അന്ന് രേണു സുധി പറയുന്നുണ്ട് രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞുകൂടായിരുന്നു. ഇവിടെ രഹസ്യമായിട്ട് പറയാനാണ്? ഇത്രയും ക്യാമറയുടെ മുന്നിൽ അതുപോലെ ഇത്രയും മൈക്കുകൾ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാൾക്കും രഹസ്യം എന്ന് പറയുന്ന സംഭവമേ ബിഗ് ബോസ് ഹൗസിലില്ല. പോകുന്ന ഓരോ കണ്ടസ്റ്റൻറ്റും അവിടെ എത്തിയ ഓരോ കണ്ടസ്റ്റൻറ്റും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ എന്തായാലും അങ്ങനെ ചോദിച്ചപ്പോൾ അത് ലാലേട്ടൻ സമ്മർദ്ദമോ പ്രഷറോ എന്നൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അതെനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും മസ്താനിയോട് ലാലേട്ടൻ ഒരു ഈഗോ ഉണ്ടായിരുന്നു. കാരണം അത് മസ്താനി അന്ന് കഴിഞ്ഞ പ്രാവശ്യം എന്ത് കംപ്ലൈൻറ്റ് എന്ന് ചോദിച്ചതും പിന്നെ പലതും എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അത് ഉറപ്പാണ്. എന്തായാലും അതിനുശേഷം പിന്നെ ലക്ഷ്മിയോട് ചോദിച്ചതിന് ശേഷം ലക്ഷ്മി വളരെ ഹാർട്ട് ടച്ച് ആയിട്ടുള്ള ക്ഷമ പറഞ്ഞു. ഓൾറെഡി ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ക്ഷമ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും ഇൻഡു കൊണ്ടുവന്ന് ലക്ഷ്മിയുടെ നെറ്റിക്കാണ് ഒട്ടിച്ചത്. ലക്ഷ്മി പുറത്ത് പോകണമെന്നും പറഞ്ഞു.
പക്ഷേ എവിക്ഷൻ വന്ന സമയത്ത് പുറത്തു പോയത് പ്രവീണാണ്. ആരും പ്രതീക്ഷിച്ച ഒരാളല്ല പ്രവീൺ. അത് അനിമോളുടെ ആ ചോറ്, ഒരു ഫേവറിസം കാണിക്കുന്നത് അനിമോളുടെ ആ ചോറ് പിടിച്ച് വാങ്ങിച്ചതും കറി ഒഴിച്ചതിന് വളരെ കുറ്റം പറഞ്ഞതും ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം വായിൽ വെച്ചതിന് ഭയങ്കരമായിട്ട് പറഞ്ഞതും ഒക്കെ എടുത്ത് കാണിച്ചതിന് ശേഷമാണ് പ്രവീൺ. അപ്പം പ്രവീൺ അവിടെ പറയുന്നു, അടുത്ത ആഴ്ച ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാം എടുത്ത് തിന്നു എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത ആഴ്ച ഇനി പ്രവീൺ എടുത്ത് തിന്നേണ്ട കാര്യമില്ല, എവിക്ഷനായി എന്ന് ലാലേട്ടൻ പറഞ്ഞു. അങ്ങനെയാണ് പ്രവീൺ എവിക്റ്റഡായി പുറത്തേക്ക് പോരുന്നു. അതിനുശേഷം പിന്നീട് നിങ്ങൾ എവിക്റ്റഡ് ആവേണ്ട, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളിനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന് ഈ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ നോമിനേഷൻ ഇല്ലാത്തവരാണ് ചെയ്യേണ്ടത്. 3-4 ഇൻറ്റുമാർക്ക് ലക്ഷ്മിക്കാണ് കിട്ടിയിരിക്കുന്നത്. 3 ഒരെണ്ണം റെന ഫാത്തിമയ്ക്കും കിട്ടി. അപ്പോൾ ലക്ഷ്മി പുറത്ത് പോകണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകരാണല്ലോ തീരുമാനിക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ കണക്ക് പ്രേക്ഷകരാണ് ലക്ഷ്മി പോകണോ പോകണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലക്ഷ്മി ഫൈനൽ 5 വരെ അവിടെ നിൽക്കും. പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലക്ഷ്മി പുറത്തേക്ക് പോകും. ഇതാണ് സംഭവം. അപ്പോൾ അവർ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് പോവില്ല. അപ്പോൾ എന്തായാലും മസ്താനിയാണ് പുറത്ത് പോകാനായിട്ട് എവിക്ഷനാക്കിയത്. അപ്പോൾ മസ്താനിയാണ് എന്ന് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ, കാരണം അപ്പാനി പുറത്ത് പോയ സമയത്ത് മസ്താനി പറഞ്ഞായിരുന്നു, കാരണം മസ്താനിയെ അച്ഛന് വിളിച്ചിട്ടുണ്ട്, ഭയങ്കര അച്ഛനെന്നല്ല വളരെ മോശമായൊരു തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അപ്പാനെ എന്തുകൊണ്ട് പുറത്തു പോയെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അനിമോളെ വളരെ മോശമായിട്ട് ഒരാഴ്ച മുതൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് വളരെ മോശമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുകയും വേദനിപ്പിക്കുകയും കരയിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്. അത് എല്ലാവരെയും കൊണ്ട് ബുള്ളിങ് ചെയ്യുകയായിരുന്നു. ഒരു ഭയങ്കര നമ്മളെ സൈബർ ബുള്ളിങ് പോലെ എല്ലാവരും കൂട്ടമായിട്ടൊരു ഒരു പെണ്ണിനെ ആക്രമിക്കുന്ന ഒരു രീതിയായിരുന്നു. അതിൻ്റെ തലവനായിട്ട് നിന്നത് അപ്പാനി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പാനി പുറത്ത് പോകണമെന്ന് തന്നെയായിരുന്നു പ്രേക്ഷകർക്ക്. അതിൻ്റെ പേരിലാണ് അപ്പാനി പുറത്ത് പോയത്. പക്ഷെ അത് മസ്താനി അന്ന് ചിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ മസ്താനി പുറത്തു പോയ സമയത്ത് അതിനെ കുറ്റം പറഞ്ഞ് ചിരിക്കാൻ പാടില്ല, അങ്ങനെ ചിരിക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ ആൾക്കാരാണ് അവിടെ ചിരിയും ബഹളം ഉണ്ടാക്കിയത്. ആരൊക്കെയാണ്? ആര്യനും ജിസേലും പുലികളി പോലെ പുലിയുടെ മുഖംമൂടിയൊക്കെ വെച്ചുകൊണ്ട് വന്ന് കളിക്കുന്നു. അതുപോലെ തന്നെ നൂറയും ആദിലയും കിടന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. ഷാനവാസ് സന്തോഷിക്കുന്നു. അങ്ങനെ പല ആൾക്കാരും ഭയങ്കരമായ സന്തോഷം കാണിക്കുന്നു. അവിടെ സന്തോഷം കാണിക്കാതെ നിവിൻ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ അനിമോളും ജീഷിനും കുറച്ച് സങ്കടപ്പെട്ട് നിൽപ്പുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം ഭയങ്കരമായ ആഹ്ലാദത്തിലാണ് മസ്താനി പോയതിൽ. അതെന്തിനാണ്? പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിയും പ്രവീണും ഒരു കാരണവശാലും ഈ വീക്കിൽ പോകാൻ പാടില്ലായിരുന്നു. കാരണം അവർ നെഗറ്റീവോ പോസിറ്റീവോ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. അവിടെ സേഫ് ഗെയിം കളിക്കുന്ന പല ആൾക്കാർ, ഒനിയൽ, നമ്മുടെ അഭിലാഷ്, സാബു മാന്, അതുപോലെ തന്നെ ഇപ്പം സേഫ് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സേഫ് ഗെയിം ആണല്ലോ എല്ലാവരും, ജിസേലായാലും അതുപോലെ തന്നെ ഷാനവാസ് ആയാലും എല്ലാവരും സേഫ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്സിമം അവർ എങ്ങനെയെങ്കിലും അവിടെ അങ്ങ് നിൽക്കുവാണ്. അല്ലാണ്ട് ഇവരെയൊക്കെ കളിയാണ് അവിടെ കളിക്കുകയാണ് ചെയ്യുന്നത്. നെഗറ്റീവായി ഇപ്പോൾ പ്രവീൺ നന്നായിട്ട് കളിച്ചു വന്നതാണ്. അതുപോലെ തന്നെ മസ്താനി നെഗറ്റീവ് കളിയായാലും കളിക്കുന്നുണ്ടായിരുന്നു. ആവശ്യത്തിന് ഈ ഒരാഴ്ചയുള്ളൂ മസ്താനി മിണ്ടാതിരുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ലാലേട്ടൻ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട്. അല്ലെങ്കിൽ മസ്താനി നന്നായിട്ട് ഫസ്റ്റ് വീക്കിൽ തന്നെ അടിപൊളിയായിട്ട് കളിച്ചോളാണ്. പുറത്തെ കാര്യങ്ങൾ ചിലത് പറഞ്ഞു, പക്ഷേ അത് അവരുടെ ഗെയിം സ്ട്രാറ്റജി മാത്രമാണ്. ഇപ്പം തന്നെ ഇന്ന് ഒനിയലിനെ അമ്മ വിളിച്ചിട്ട് എന്തിനാണ് അത്ര പ്രഹസനമൊക്കെ കാണിക്കുന്നത്? പല ആൾക്കാർക്കും അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഒരു അമ്മമാരെ ഒരു 5 മിനിറ്റ് ഒരു 10 സെക്കൻഡ് വിളിക്കാൻ അനുമോള് വിളിപ്പിച്ചില്ലല്ലോ. രേണു ഒരുപാട് പ്രാവശ്യം കെഞ്ചി ഒന്ന് വീട്ടിൽ ഒരു കോളൊന്ന് ചെയ്യാൻ, ഒരു സംസാരം ഒന്ന് കേൾപ്പിക്കാൻ, ഒന്നും ചെയ്തില്ലല്ലോ. ഇന്ന് ഒനിയലിനോട് സംസാരിപ്പിക്കുന്നു, ഒനിയലിൻ്റെ അമ്മ ഇന്ന് സംസാരിക്കുന്നു. എന്തിൻ്റെ കാര്യമാണ്? ഇതാണ് ഞാൻ പറഞ്ഞ ഫേവറിസം. ഈ ഫേവറിസം ബി ബിയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ്. ചില ആൾക്കാർ ഇപ്പോൾ അക്ബറിനെ ആയാലും ഇപ്പോൾ ഒനിയലിനെ ആയാലും നൂറയായാലും ആദിലേക്ക് ആയാലും എന്തിനാണ് ഇത്ര മാത്രം ബി സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ വലിയ വലിയ അജണ്ടകൾ, ഇതിൻ്റെ പിന്നിൽ വലിയ അജണ്ടകളുണ്ട്. അപ്പം ഈ അപ്പാനി പോയപ്പം ചിരിച്ച് മസ്താനിയെ കുറ്റപ്പെടുത്തിയവരാണ്. മസ്താനി പോയപ്പം ചിരിച്ച് ഭയങ്കരമായിട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്ന. അപ്പോൾ അവരും തമ്മിൽ എന്തോ വ്യത്യാസം? ഞാനിപ്പോൾ ഒരാളിനെ കുറ്റം പറയണമെങ്കിൽ ഞാൻ അവരെക്കാൾ നന്നായിരിക്കണം, നല്ല ബിഹേവിയർ എൻ്റെ ഭാഗത്ത് നിന്ന് വരണം. ഞാൻ അവരെ പോലെ തന്നെ തറത്തരം കാണിച്ചിട്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ എനിക്ക് എന്ത് അർഹതയാണുള്ളത്? അത്രയേ ഉള്ളൂ എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം ഇവിടെ അടുത്ത ആഴ്ച ആര്യൻ പുറത്ത് തന്നെ പോകണം. കാരണം ആര്യൻ അത്രമാത്രം മോശം, വളരെ വൾഗറായിട്ടാണ് അനിമോളോട് കാണിക്കുന്നുവെല്ലാം.
അപ്പോൾ എന്തായാലും അനുമോൾ അടുത്ത പ്രാവശ്യം നോമിനേഷൻ വരുമല്ലോ, ഇവരെന്തായാലും ഉറപ്പായിട്ടും അനുമോളെ നോമിനേഷനിൽ കൊണ്ടുവരും. അനുമോളെ നോമിനേഷനിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ആരിന് ഉറപ്പായും പുറത്താണ്. അതുപോലെ തന്നെ ജിസേൽ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ആരിന് ഉറപ്പായിട്ടും പുറത്താണ്. സാബുമൻ നോമിനേഷൻ വരികയും ചെയ്യില്ല. സോബുമൻ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ സാബുമൻ അവിടെ നിൽക്കും. അല്ലെങ്കിൽ ഈ ആര്യനാണ് അടുത്ത ആഴ്ച പുറത്തു കൊണ്ടത്. കാരണം ആര്യന് അത്രമാത്രം അഹങ്കാരമാണ്. ആര്യൻ അനുമോളെ ഇന്നലെ തന്നെ മീൻ കറിയിലോട്ടിട്ടപ്പോൾ തിളച്ച